അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നത്? ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ മുണ്ടക്കയം ടൗണും ആ ഒരു പ്രദേശമൊക്കെ കാണിക്കാമെന്ന്. അപ്പോൾ നമുക്ക് പോയി ഒന്ന് കണ്ടാലോ? അപ്പോൾ നമ്മൾ മുണ്ടക്കയം ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് പൈങ്ങന എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. പൈങ്ങന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ മുണ്ടക്കയം ടൗൺ അങ്ങ് സ്റ്റാർട്ടാകും. ഈ പൈങ്ങനയിലുള്ള നമ്മുടെ YWCA സ്കൂളാണ്. ഒരു ചെറിയ സ്കൂളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു അടിപൊളി പള്ളിയുണ്ട്. ഒരു ഓർത്തഡോക്സ് ചർച്ചാണ്. നല്ല രസമാണ് അത് കാണാനായിട്ട് കേട്ടോ. കണ്ടോ, റോഡിൽ നോക്കുമ്പോൾ പള്ളിയുടെ വ്യൂ ഒരു അടിപൊളി വ്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ മുണ്ടക്കയം ടൗണിലേക്ക് എത്തുകയാണ്. ഇത് ടൗണിലേക്കുള്ള റോഡും ഇത് മുണ്ടക്കയം ബൈപ്പാസ് റോഡുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ടൗണിലോട്ടൊന്ന് പോയി തിരിച്ച് നമുക്ക് ബൈപ്പാസ് വഴി കറങ്ങി വരാവേ. മുണ്ടക്കയം എന്നുള്ള ബോർഡ് കണ്ടോ, ഇവിടെ തൊട്ടാണ് മുണ്ടക്കയം ടൗൺ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ എന്തോ ഒരു ചെറിയ കലിങ്കിൻ്റെ വർക്കൊക്കെ നടപ്പുണ്ട് കേട്ടോ. അവിടെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. വൺ സൈഡ് മാത്രമേ വണ്ടി പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കലിങ്കൊക്കെ പാസ് ചെയ്ത് നേരെ കയറി പോവാണ് കേട്ടോ. മുണ്ടക്കയം ടൗണിലേക്ക് കയറി പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെല്ലുന്നത് നമ്മുടെ സ്റ്റാൻഡിനിപ്പുറം എന്ന് പറഞ്ഞ് ബസ് നിർത്തുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. 2 പമ്പൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് നമ്മുടെ പഴയ ന്യൂ ഗാലക്സി തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ തിയേറ്ററൊക്കെ ഒന്നുമില്ല കേട്ടോ. തിയേറ്ററൊക്കെ മൾട്ടിപ്ലക്സ് തിയേറ്ററൊക്കെ വന്നപ്പോഴത്തേക്ക് അതങ്ങ് മാറിപ്പോയി. ഇതാണ് പമ്പൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലം. അവിടെ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ ജംഗ്ഷനാണ്. ഇവിടുന്ന് റൈറ്റ് കയറിപ്പോയി കഴിഞ്ഞാൽ സെൻറ്റ് ജോസഫ് സെൻട്രൽ സ്കൂളും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിലേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ. ഈ ഒരു ജംഗ്ഷനാണ്. ഇവിടെ നമുക്കൊരു ടൗൺ ബേക്കറിയൊക്കെ ഇരിപ്പുണ്ട്. നേരത്തെ ഇവിടെ യൂസഫ്സിൻ്റെയൊക്കെ ഒരു ടെക്സ്റ്റൈൽസൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ കൂട്ടിക്കൽ ജംഗ്ഷൻ എന്ന് പറയും. ഇവിടെ നേരെ NTR ഒക്കെ കയറിപ്പോകുന്ന സ്ഥലം ഇതാണ് കേട്ടോ. നമ്മുടെ മുണ്ടക്കയം ബസ് സ്റ്റാൻഡ്. മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് നമ്മൾ നേരെ ലത്തിമ്പള്ളിയുടെ ഒരു കുരിശൊക്കെ കാണാം. നമ്മുടെ കോട്ടയം ജില്ലയുടെ അതിർത്തി ഗ്രാമമാണ് കേട്ടോ ഈ മുണ്ടക്കയം എന്ന് പറയുന്നത്. മുണ്ടക്കയം ടൗൺ അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഇടുക്കി ജില്ല സ്റ്റാർട്ടാവും. ഈ ടൗൺ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്താൽ മതി. പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവിടെ കല്ലേപ്പാലം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർ പണിത ഒരു പാലമുണ്ട്. അത് നമ്മുടെ പുല്ലകയാറിൻ്റെ നേരെ കുറുകെയുള്ളൊരു പാലമാണ്. ആ പാലം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കും. ഇവിടം കൊണ്ട് മുണ്ടക്കയം ടൗൺ അവസാനിക്കുകയാണ് കേട്ടോ. ഇതാണ് മുണ്ടക്കയംകാരുടെ കല്ലേപ്പാലം എന്ന് പറയുന്നത്. ഈ ഒരു പാലം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലേക്ക് നമ്മൾ പ്രവേശിക്കും കേട്ടോ. ഈ പുല്ലകയാറിന് കുറുകെയുള്ളൊരു പാലമാണ്. ഇത് ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ള പാലം കേട്ടോ. ഒരുപാട് പഴക്കമുള്ളൊരു പാലമാണ്. നമ്മൾ കോട്ടയം ജില്ല കഴിഞ്ഞ് നേരെ ഇടുക്കി ജില്ലയിലേക്ക് കയറി കേട്ടോ. ഇവിടെ നേരെ ഒരു 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കുട്ടിക്കാനം എത്തും. അവിടുന്ന് പിന്നെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് പാമ്പനാറ്, പെരിയാറ്, കുമ്മിടിയൊക്കെ പീരുമേട് വഴി. പിന്നെ നമ്മൾ ഏലപ്പാറ, കട്ടപ്പന ആ റൂട്ടൊക്കെയാണ് പിന്നെ വരുന്നത്. കട്ടപ്പന, കുമ്മിടി ഭാഗത്തു നിന്നൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളിത് ഈ മുണ്ടക്കയം ടൗണ് ടച്ച് ചെയ്യാതെ നേരെ ബൈപ്പാസ് റോഡെയാണ് ഇറങ്ങി പോകാറുള്ളത് കേട്ടോ. ഇത് നമ്മുടെ ബൈപ്പാസ് റോഡാണ്. ഇതിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ മുണ്ടക്കയം ടൗണ് ടച്ച് ചെയ്യാതെ നമുക്ക് നേരെ കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിലേക്കൊക്കെ പോവുകയാണ് കേട്ടോ. ഇതുവഴി വരുമ്പോഴത്തേക്കും ടൗൺ ബേക്കറി ആൻഡ് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ഒരു സ്ഥലമാണ്. ഇത് ഇതുണ്ട്, ഇത് മണിമലയാറാണ് കേട്ടോ. ഈ മണിമലയാറിൻ്റെ തീരത്താണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. ഇത് കാണുന്നത് കോസ്വേ പാലമാണ്. ഇത് അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് റംബൂട്ടാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബൂസ്റ്റർ ചായ കഫേയൊക്കെ ഉണ്ട്. ഇവിടെ ഫ്രൈഡ് ചിക്കന്, ഷവർമയും ബാർബിക്യൂ, അൽഫാമൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. ടൗൺ ബേക്കറിയുടെ തന്നെയാണ് കേട്ടോ ഇതും. നമ്മൾ നേരത്തെ വന്ന ഒരു കല്ലേപ്പാലം കാണാം. ആ ഒരു പുല്ലകയാറ് വന്ന് മണിമലയാറിലേക്ക് ചേർന്ന് ഇവിടെ നിന്നാണ് കേട്ടോ ഈ മണിമലയാറ് ഉത്ഭവിക്കുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുണ്ടക്കയത്തു നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരെ മുകളിൽ നമുക്ക് മലയൊക്കെ കാണാം കേട്ടോ. അതൊക്കെ ഇടുക്കി ജില്ലയാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ മുണ്ടക്കയൊക്കെ കോട്ടയം ജില്ലയിൽ പെടുന്നതാണ് കേട്ടോ. നമ്മൾ മുണ്ടക്കയം ടൗണിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു പാലം കയറി റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് എരുമേലി, കോരത്തോട് ഭാഗത്തേക്കൊക്കെ പോകുന്നത്. നമ്മുടെ ഈ കോസ്വേ പാലം ഉണ്ടല്ലോ, ഭയങ്കര മഴയുള്ള സമയത്ത് ഉരുളൊക്കെ പൊട്ടി, ആ മലയിൽ നിന്നൊക്കെ ഉരുളൊക്കെ പൊട്ടി NTR അളങ്കാട് ഭാഗത്തൊക്കെ ഉരുളൊക്കെ പൊട്ടാറുണ്ട്. അവിടുന്ന് ഉരുളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിന് മേലെ കൂടെ വെള്ളം കയറി ഒഴുകുന്നൊരു പാലമാണ് കേട്ടോ. മണിമലയാറ് കര കവിഞ്ഞൊഴുകുന്ന ഒരു ആറാണ്. എല്ലാ വർഷവും മിക്കവാറും പാലത്തിൽ വെള്ളമൊക്കെ കയറാറുണ്ട്. അപ്പം നമുക്ക് ആ കല്ലേപ്പാലം വഴി മാത്രമേ നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ആ പാലത്തിൽ കയറത്തില്ല കേട്ടോ, അതിന് നല്ല ഹൈറ്റ് ഉണ്ട്. നമുക്ക് ഈ ഒരു പാലത്തെ കൂടെ കയറി ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ബൈപ്പാസ് റോഡാണ്. ഞാൻ നേരത്തെ മുണ്ടക്കയം ടൗണിലേക്ക് വന്നപ്പം ഒരു ബൈപ്പാസ് റോഡ് കാണിച്ചു തന്നിരുന്നില്ലേ, ടൗൺ കയറാതെ പോകാനായിട്ടുള്ളത്.
നേരെ ഫ്രണ്ടിൽ കാണുന്നത് നമ്മുടെ ലത്തിമള്ളിയുടെ ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെയാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ടൗണിലേക്കൊക്കെ ഒന്ന് കയറാം. ഈ വഴി നമുക്ക് ടൗണിലേക്ക് കയറാം. നമ്മൾ നേരത്തെ പോയ വഴി ഈ മുകളിൽ ഇങ്ങോട്ട് കയറി വരില്ല. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കുള്ള വഴിയാണ് പോയിട്ട് കല്ലേപ്പാലം കയറി നമ്മളിങ്ങനെ ചുറ്റി വന്നതാണ് കേട്ടോ. ഇത് വീണ്ടും നമ്മൾ ടൗണിലേക്കാണ് വന്നത്. മുണ്ടക്കയം TP ജംഗ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. മുണ്ടക്കയത്ത് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ബേക്കറിയാണ് ടൗൺ ബേക്കറി. നമ്മുടെ നാച്ചോനുണ്ട് കേട്ടോ ഇവിടെ. മുണ്ടക്കയം ടൗണിൽ കൂടെയൊക്കെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഇവിടെ കയറുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാം കേട്ടോ. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പച്ചറൊട്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ മിച്ചറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ. നമ്മൾ ചെറുപ്പകാലം മുതലേ ഇവിടെ നിന്നാണ് ബേക്കറിയൊക്കെ വാങ്ങാറുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ബൈപ്പാസ് റോഡ് അങ്ങ് പോകാം കേട്ടോ. ഇതാണ് മുണ്ടക്കയം ബൈപ്പാസ്. മണിമലയാറിൻ്റെ തീരത്തൂടെയാണ് കേട്ടോ ഈ ബൈപ്പാസ് റോഡ് പണിതേക്കുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇതുവഴി പോകുമ്പോഴത്തേക്കും. നല്ല രസമാണ്. ഇതുണ്ട് നമ്മുടെ കോസ്വേ പാലവും ആ ഒരു മലയും. പിന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കാണുന്നത് പുത്തൻചന്ത എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പഴയ മുണ്ടക്കയം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ ഒരു പഞ്ചായത്ത് സ്റ്റേഡിയം ഒക്കെ ഉണ്ട്. അതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വെള്ളം ഇപ്പോൾ അത്യാവശ്യം തീരെ കുറവാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്പൺ ജിമ്മൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ബൈപ്പാസ് റോഡിൽ. നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം വണ്ടികളൊക്കെ ഇപ്പം പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഈ സൈഡിൽ കൂടെ. പിന്നെ ഈ ഒരു വഴിക്ക് പോകുമ്പോഴത്തേക്കും വലതുവശത്തായിട്ട് ഞാൻ പഠിച്ച ഒരു സ്കൂളുണ്ട്, സെൻറ്റ് ജോസഫ് സെൻട്രൽ സ്കൂൾ എന്ന് പറയുന്ന സ്കൂള്. ഞാനൊരു 7th സ്റ്റാൻഡേർഡ് വരെ, LKG മുതൽ 7th സ്റ്റാൻഡേർഡ് വരെ അവിടെയാണ് കേട്ടോ പഠിച്ചത്. ആ ഒരു ടൈമിലൊന്നും ഈ ഒരു ബൈപ്പാസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. സ്കൂള് നേരത്തെ ആ ഒരു ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് മുകളിലേക്ക് ഞാനൊരു വഴി കാണിച്ചു തന്നില്ലേ, ആ ഒരു വഴിക്കായിരുന്നു നമ്മൾ സ്കൂളിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്നുള്ള രീതിയിൽ ഈ ബൈപ്പാസ് റോഡിൽ നിന്നാണ് കയറിപ്പോകുന്നത്. ഇതാണ് കേട്ടോ സ്കൂളിൻ്റെ കവാടം. മുകളിൽ നമുക്ക് സ്കൂളൊക്കെ കാണാം. സ്കൂൾ ബസ്സുകളൊക്കെ താഴെയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഞാനൊരു ഞായറാഴ്ചയാണ് നാട്ടിൽ പോയപ്പോഴത്തേക്ക് ഈ വീഡിയോ എടുത്തത് കേട്ടോ. അതാണ് ബേക്കറിയിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട് ടൗണിൽ ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും. അതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂള്. LKG മുതൽ ഇവിടെയായിരുന്നു. തൊട്ട് താഴെയാണ് മണിമലയാർ ഇങ്ങനെ ഒഴുകി പോകുന്നത്. ഇത് നേരെ നമ്മുടെ മണിമലയ്ക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ആറ്. ഈ ഒരു മണിമലയാറ് നേരെ നമ്മുടെ വെള്ളനാടി എസ്റ്റേറ്റൊക്കെ ഉണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒഴുകി നേരെ മണിമലയിൽ ചെല്ലും. അവിടെ നിന്ന് ചങ്ങനാശ്ശേരി ആ ഒരു ഭാഗത്തൂടെ ആലപ്പുഴ കടലിലാണ് ചെല്ലുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. എന്തായാലും നിങ്ങളിതുവഴി കുട്ടിക്കാനം, കുമളി, തേക്കടി അല്ലെങ്കിൽ മൂന്നാർ ഭാഗത്തേക്കൊക്കെ മുണ്ടക്കയം വഴി വന്ന് പോവുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു വഴിയൊക്കെ ഒന്ന് കണ്ടു പോകണം കേട്ടോ. നല്ല രസമാണ് ഇതുവഴി യാത്ര ചെയ്ത് പോകാനായിട്ട്. ഇവിടുന്ന് നേരെ നമ്മൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റബ്ബർ എസ്റ്റേറ്റ് ആണ് കേട്ടോ, വെള്ളനാടി എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. വലത്തേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബൈപ്പാസ് റോഡ് നേരെ ചെന്ന് നമ്മുടെ KK റോഡിലേക്ക് തന്നെ കയറും കേട്ടോ. ഈ ഒരു വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. മലകളും താഴ്വരകളും അതുപോലെ തന്നെ റബ്ബർ തോട്ടങ്ങളും ഒക്കെ കണ്ട് നിങ്ങൾക്ക് ആസ്വദിച്ച് പോകാനായിട്ട് പറ്റും. എനിക്കിതുവഴിയൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്കും ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ്. നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ ഒരുപാട് തവണ ഇതുവഴി സൈക്കിൾ ഓട്ടിയും അല്ലാതെയൊക്കെ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള വഴികളാണ് ഇതൊക്കെ. നാട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാട്ടോ. ഇത് നേരെ വന്ന് നമ്മൾ KK റോഡിലോട്ടാണ് കേട്ടോ കയറുന്നത്. ആ നേരെ കാണുന്ന കണ്ടോ, അതൊരു പഴയ ഒരു നമ്മുടെ തേയില ഫാക്ടറിയാണ് കേട്ടോ. പണ്ട് കാലത്തിവിടെ റബ്ബറൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് മുന്നേ അത്യാവശ്യം നല്ല രീതിക്ക് തേയില കൃഷി ഉണ്ടായിരുന്നു കേട്ടോ. ബ്രിട്ടീഷുകാരുടെ ഒരു കാലത്ത് അത്യാവശ്യം നല്ല രീതിക്ക് തേയില കൃഷി ഉണ്ടായിരുന്നു. നമ്മുടെ TR&D എസ്റ്റേറ്റൊക്കെ മുണ്ടക്കയത്താണുള്ളത്. അത് ട്രാവൻകൂർ ടീ ആൻഡ് റബ്ബർ എന്നായിരുന്നു TR&D എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ തേയിലയൊക്കെ വെട്ടിമാറ്റി മൊത്തം റബ്ബറാണ് കേട്ടോ. ഇവിടെ ഒരു കോനാട്ട് ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. മറ്റത്തിൽ ടവേഴ്സിലാണ് ഇപ്പോൾ നമ്മുടെ മൾട്ടിപ്ലസ് തിയേറ്ററും ഒക്കെ വന്നിരിക്കുന്നത് കേട്ടോ. ടൗൺ ബേക്കറിയുടെ വേറെ ഒരു ബ്രാഞ്ചാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഈ ഒരു പള്ളി ഞാൻ മുണ്ടക്കയം ഭാഗത്തേക്ക് പോയപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചായിരുന്നു കേട്ടോ. ഈ ഒരു വഴിക്കും നമുക്ക് വീട്ടിലേക്ക് പോകാം. പക്ഷെ മെയിൻ റോഡ് ഇതല്ല, നമുക്ക് നേരെ 31 മൈലിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് വീട്ടിലേക്ക് പോകാനായിട്ട് എളുപ്പം. അപ്പോൾ മുണ്ടക്കയത്തുനിന്ന് വന്നപ്പോൾ ചുമ്മാ ഈ ഒരു വഴിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഈ ഒരു വഴിയും
നല്ല രസമാണ് കാണാനായിട്ട്. റബ്ബർ തോട്ടം കണ്ട് ലെഫ്റ്റ് സൈഡിൽ റബ്ബർ തോട്ടമാണ്, വലതുവശത്ത് റബ്ബർ തോട്ടം തന്നെയായിരുന്നു. അത് റബ്ബർ ഇപ്പം വെട്ടിയിട്ട് റീപ്ലാന്റ് ചെയ്തേക്കാണ്. ഇപ്പോൾ കൈത കൃഷി ചെയ്തിട്ടുണ്ട്. റബ്ബർ റീപ്ലാന്റ് ചെയ്യുമ്പോൾ ഒരു 7 കൊല്ലം കഴിഞ്ഞേ പിന്നെ വെട്ടാനായിട്ട് പറ്റത്തുള്ളൂ.